ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയകളിലും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ധാരാളം ട്രോൾ വരുന്നുണ്ട്. ഈ ട്രോൾ വരുന്നതിൽ കൂടുതലും സ്വർണം വച്ചിരിക്കുന്നത് സ്ഥലത്ത് കൊണ്ട് തേങ്ങ വയ്ക്കുക, മറ്റേ വെളിച്ചെണ്ണ കുപ്പി നമ്മുടെ ഈ ഹോമിയോ മരുന്ന് വാങ്ങുന്ന ബോട്ടിലാക്കി, ചെറിയ ബോട്ടിലാക്കി അത് കൊണ്ടുവന്ന് ഫില്ലറും കൂടെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു 8-10 ബോട്ടിലാക്കി അല്ലെങ്കിൽ 10-20 ബോട്ടിലാക്കിയിട്ട് അത് ചെറിയ ഫില്ലറും കൂടെ വെച്ചിട്ട് അതിനെ സ്വർണം വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് അലമാരയിൽ സൂക്ഷിക്കുക, ലോക്കറിൽ സൂക്ഷിക്കുക. ഇങ്ങനെ വളരെ വലിയ ഒരു സ്വർണത്തേക്കാൾ വിലയുള്ളൊരു ആശാനായി നമ്മുടെ വെളിച്ചെണ്ണ മാറി. കേരം തിങ്ങും കേരള നാട്ടിൽ, കേരളം എന്ന പേര് തന്നെ വന്നത് പിന്നെ കേരം തിങ്ങുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചിരുന്ന കേരള നാട്ടിൽ വെളിച്ചെണ്ണയുടെ വില 400-ലേക്ക് കടന്നിട്ടുണ്ട് ലിറ്റർ. അത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ മാസം തന്നെ അത് 500-ഉം അടുത്ത് ഓണത്തിനടുക്കുമ്പോൾ 600 രൂപയാകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മാർക്കറ്റിൽ നിന്ന് വരുന്ന, വിപണിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശരിക്കും തേങ്ങയ്ക്കും വലിയ വിലയായിട്ടുണ്ട്. തേങ്ങ ഉള്ളവർ ഭാഗ്യവാന്മാർ. കാരണം തേങ്ങയ്ക്ക് റബ്ബറിനേക്കാളൊക്കെ വലിയ വിലയാണ് വന്നിരിക്കുന്നത്. 2-3 പ്രശ്നങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചത്. ഒന്ന്, കാലാവസ്ഥാ മാറ്റം സംഭവിച്ചതിന് ശേഷം, അതായത് പ്രളയത്തിന് ശേഷം പിന്നെ തുടർച്ചയായി വരുന്ന മഴയും അതുപോലെ തന്നെയുള്ള വരൾച്ചയും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി സൂക്ഷ്മ കാലാവസ്ഥയിൽ വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാലാവസ്ഥ മാറ്റം തെങ്ങിൻ്റെ ഉൽപ്പാദന ശേഷിയെ വല്ലാതെ പിടിച്ചിട്ടുണ്ട്. എല്ലാ മരങ്ങളെയും പിടിച്ചു. മാവെല്ലാം 100 കണക്കിന് തരത്തിലുള്ള മാവുകളാണ് ഇല്ലാതായത്. ചക്ക സമയത്ത് കായ്ക്കുന്നില്ല, അല്ലെങ്കിൽ കാലം തെറ്റി കായ്ക്കുന്നു. വലിയ വിഷയമാണ്. അപ്പോൾ അതുപോലെ പിടിക്കപ്പെട്ട ഒരു വൃക്ഷമാണ്, കൽപ്പവൃക്ഷമാണ് നമ്മുടെ തെങ്ങ്. നാളികേര ബോർഡൊക്കെ ഉണ്ട് ഇവിടെ, അത് വേറെ കാര്യം. പക്ഷെ എന്തെല്ലാം സംവിധാനം ഉണ്ടെങ്കിലും തെങ്ങ് ഈ പറഞ്ഞതുപോലെ വളരെ ഗൗരവമായ രീതിയിൽ പ്രത്യുൽപാദനം കുറഞ്ഞ ഒരു കഥയായി തെങ്ങ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞിട്ടുണ്ട്, പഴയതിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊപ്രയുടെ ലഭ്യതയും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ചെറുകിട മില്ലുകളെല്ലാം പൂട്ടി, അല്ലെങ്കിൽ അവിടെ കൊപ്ര ആട്ടുന്നില്ല, വെളിച്ചെണ്ണയാക്കാൻ കൊപ്ര ആട്ടുന്നില്ല. അപ്പോൾ കൊപ്രയുടെ ലഭ്യതയിൽ വലിയ കുറവുണ്ടായി, തേങ്ങയുടെ പ്രത്യുൽപാദനത്തിൽ കുറവുണ്ടായി, തെങ്ങിന് വരുന്ന രോഗങ്ങൾ പ്രശ്നങ്ങളായി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തേങ്ങയുടെ അളവിൽ കുറവ് വന്നു. ഇതെല്ലാം കൂടി വലിയ സാമൂഹ്യ പ്രതിസന്ധി പോലെ വെളിച്ചെണ്ണയിൽ കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഒരു കാലഘട്ടത്തിൽ പാം ഓയിൽ പോലുള്ള മറ്റ് ഓയിലുകളും ഒക്കെ വിൽക്കുന്നതിന് വേണ്ടി, മറ്റൊരുപാട് ഓയിലുകൾ വിൽക്കുന്നതിന് വേണ്ടി പിന്നെ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. പക്ഷെ അങ്ങനെയല്ല എന്നൊക്കെ ശാസ്ത്രം തെളിയിച്ചു. അവസാനം വെളിച്ചെണ്ണ രക്ഷപ്പെട്ടു. ഇപ്പം മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അത് പറയാനാണ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രാധാന്യം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ വേജ വെളിച്ചെണ്ണകൾ. ഇപ്പം കേര എന്ന് പറയുന്ന അതിൻ്റെ തുല്യമായിട്ടുള്ള 100-ലധികം ബ്രാൻഡുകളിലാണ് ചെറിയ ചെറിയ പേര് വ്യത്യാസത്തിലും ഡിസൈൻ വ്യത്യാസത്തിലും മാർക്കറ്റിൽ വെളിച്ചെണ്ണ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു വശത്ത് ക്ഷാമം വരുന്നു, വില കൂടുന്നു. അത് കണക്കാക്കി 100 കണക്കിന് കമ്പനികളാണ്, വേജ കമ്പനികളാണ് ഈ വേജൻ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ഇറക്കി വിടുന്നത്. അതൊരു വലിയ ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയാണ്. ഭക്ഷ്യവകുപ്പ് വ്യാപകമായി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആരംഭിച്ചെങ്കിലും അത് എങ്ങും എത്തുന്നതല്ല. കാരണം ഒരു വസ്തു വില കൂടുതലായിട്ട് വരുമ്പോൾ, വില കുറഞ്ഞ വസ്തുക്കളുണ്ടെങ്കിൽ സ്വാഭാവികമായി പാവപ്പെട്ട ആളുകൾ വാങ്ങി ഉപയോഗിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മാർക്കറ്റിൽ മാങ്ങയൊക്കെ ചില സീസൺ വരുമ്പോൾ ഇവിടെ എല്ലായിടത്തും മാങ്ങ റോഡിലൊക്കെ കൊണ്ടിട്ട് വിൽക്കും. ആളുകളെല്ലാം മേടിക്കും. പക്ഷെ അതിന് രാസപദാർത്ഥം ഉപയോഗിച്ചതാണോ, ഇഞ്ചക്ട് ചെയ്തതാണോ, എന്തൊക്കെയാണ് കുഴപ്പമൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. ദുബായിൽ ഞങ്ങൾ പോയപ്പോൾ, ദുബായിൽ ഒരു വളരെ കുറച്ച് സിറ്റിയിലല്ല, കുറച്ചൊരു നാട്ടിൻപുറം പോലുള്ള, അല്ലെങ്കിൽ കുറച്ചൊരു ആൾ കുറവുള്ളൊരു സ്ഥലത്തേക്ക് ഈ ബോട്ടൊക്കെ അടുക്കുന്ന ഒരു തീരത്തേക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ ചെറിയ കടയാണ്, വളരെ ചെറിയൊരു കട, നമ്മുടെ ഒരു തട്ടുകട മോഡൽ കടയാണ്. പക്ഷെ അവിടെയും ഫുഡ് ഇൻസ്പെക്ടറുടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അവിടെ വളരെ 8-10 പോയിന്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ എഴുതി വെക്കാം. അപ്പം ഞാൻ ആ ബുക്ക് എടുത്തൊന്ന് നോക്കി. അപ്പോൾ അതിൽ പലരും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പിന്നെ അറബിയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബുക്ക് ഇങ്ങനെ ഇവിടെ വായിച്ചതുകൊണ്ട് കാര്യമുണ്ട്. ഇല്ല, കൃത്യമായി ഓരോ ആഴ്ചയും UAE പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിലുള്ള ഫുഡ് ഇൻസ്പെക്ടർമാർ വരികയും അവർ സീൽ ചെയ്യും. ഇതിനകത്ത് ഓരോ ആഴ്ചയും കംപ്ലൈൻറ്റുകളൊക്കെ നോക്കി സജഷൻസ് എഴുതിയിട്ട് അവർ സീൽ ചെയ്യും. അടുത്ത ആഴ്ച വരുമ്പോൾ ആ സജഷൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ കടയുടെ ലൈസൻസ് എടുത്ത് കളയും. അത്ര സ്ട്രിക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന ഭക്ഷ്യവസ്തുക്കൾ, എല്ലാ രാജ്യത്തും ഭക്ഷ്യവസ്തുക്കൾ
കപ്പലിൽ വെച്ച് തന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നല്ല ക്വാളിറ്റി ഉള്ളത് അല്ലെങ്കിൽ അത് ആഴക്കടലിൽ കൊണ്ട് കളയും. അങ്ങനെയൊക്കെയുള്ള ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ വ്യാജന്മാർ ഒരുപാട് ഇറങ്ങുന്നു, വില വല്ലാതെ കൂടുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണയാണിപ്പോൾ താരം. എന്തായാലും ഇതിൽ ഗവൺമെൻറ്റിന് വല്ല റോളുണ്ടോ എന്നുള്ളതാണ്. ഈ വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കുന്നതിലും അതിനാവശ്യമായ പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ ചെറുക്കാൻ ഗവൺമെൻറ്റിന് ഈ ഓണക്കാലത്ത് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നറിയാനാണ് കൗതുകം. എന്താണെന്ന് നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ താരരാജാവായി പോകുന്നു. വെളിച്ചെണ്ണയുടെ തെങ്ങുള്ളവർ, തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് സന്തോഷമുണ്ടായിരിക്കും. പക്ഷേ പൊതുജനങ്ങളായ എല്ലാവർക്കും വലിയ സങ്കടമാണ് വെളിച്ചെണ്ണ തീർത്തിരിക്കുന്നത്. മലയാളിയുടെ പാചകത്തിലെ അതുപോലെ തലയിൽ തേക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മരുന്നിനൊക്കെ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന ഒരു എണ്ണയാണ് വെളിച്ചെണ്ണ. അതിന് ഇങ്ങനെ വരുന്നതൊരു വലിയ ദുര്യോഗം തന്നെയാണ്.